അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തി. വലിയന്നൂരിലെ വി പ്രിനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. Yeah. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏത് ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിന് സമീപത്ത് കരയിലാണ് ഈ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വലിയന്നൂർ വെള്ളോറ ഹൗസിൽ വി പ്രിനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പ്രിനീഷിനൊപ്പം കടലിൽ കുളിക്കുന്നതിനെ കാണാതായ പി കെ ഗണേഷ് നമ്പ്യാരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. പട്ടാന്നൂർ കൊടോളിപ്പുറം സ്വദേശിയായ ഗണേഷ് നമ്പ്യാരുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അങ്ങനെ 2 ദിവസത്തെ തിരച്ചിലിന് ഒടുവിലാണ് ഈ 2 മൃതദേഹങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ മീൻകുന്ന് ബീച്ചിന് സമീപം കള്ളക്കടപ്പുറത്ത് കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് 2 പേരെയും കാണാതായത്. അന്നു മുതൽ തുടങ്ങിയ തിരച്ചിലായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ തിരച്ചിൽ അതിനുശേഷമാണ് ഇന്ന് ഇപ്പോൾ 2 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രിനീഷിന്റെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. വൈകിട്ട് 3 മണിയോടെ പയ്യാമ്പലത്ത് സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ കടലിൽ കുളിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ അധികൃതർ നൽകുന്നത്. കാരണം പുറമേ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം കടലിൽ കാണാൻ ഇല്ലെങ്കിലും വലിയ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇപ്പോൾ ഈ സമയത്ത് കുളിക്കുന്നത് ദോഷം ചെയ്യും, അപകടത്തിന് ഇടയാക്കും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ലൈഫ് ഗാർഡിന്റെ സേവനവും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കടലിൽ ആരെങ്കിലും ഇറങ്ങിയാൽ അത് വിലക്കാനും ആളില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത എല്ലാവരും പുലർത്തണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ DTPCയും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളും തീരദേശ പോലീസും ഒക്കെ നൽകുന്നത്. അർജുൻ.